ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവിലും ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കല്ലേ വീഡിയോയിലേക്ക് പോകട്ടോ. ഞാൻ ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് അവിലെടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാട്ടോ, കുതിരാനായിട്ട് ഒരു 5 മിനിറ്റോളം. അപ്പോൾ ആ ബൗളിൽ അവിൽ മുങ്ങി കിടക്കോളം നമുക്ക് വെള്ളം ഒഴിക്കാട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ശനി ഞായറായ കാരണം മക്കളുടെ കുട്ടികളൊക്കെ വന്നിട്ട് കേട്ടോ. അവർ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും മുന്നിൽ വന്നിട്ട് ഞാൻ ചെയ്യാൻ നട്ടോ ഓരോന്ന് ചെയ്യാൻ നിൽക്കട്ടോ. അവർ എൻ്റെ ഒപ്പം കൂടുന്നല്ല അതിനും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് അതൊരു 3-4 ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പുഴുങ്ങി ചൂടാറിയപ്പോൾ ഒന്ന് ബലം പിടിച്ച പോലെ പുഴുങ്ങി വെച്ചിട്ടോ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കണം ഇനി. അപ്പോൾ ടീസ്പൂൺ കൊണ്ടൊന്ന് ഉടയ്ക്കുമ്പോൾ അവർ രണ്ടാളൊക്കെ കൂടി വന്ന് ഉടയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൈ കൊണ്ട് നന്നായി മിക്സാക്കി ഉടച്ചെടുക്കണം നന്നായി. എന്നാലും അത് പൊടിയായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് കൈ കൊണ്ട് തന്നെ ലാസ്റ്റ് നമുക്കത് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ സ്നാക്സ് തയ്യാറാക്കാൻ നന്നായി പൊടിയായി കിട്ടണേ. അപ്പോൾ ടീസ്പൂൺ കൊണ്ടൊന്നും ഉടച്ചാൽ മുഴുവനാവില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങിനെ ഉടച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ കുതിർത്തത് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ആ വെള്ളം മാറ്റിയെടുക്കുക. 5 മിനിറ്റ് ആയപ്പോൾ നന്നായി അവിൽ കുതിർന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം വാർത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാനത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ച ബൗളിലേക്ക് തന്നെ നമ്മൾ അവിൽ കുതിർത്തിയത് വെള്ളം മറന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വറ്റമുളക് ഉണ്ടല്ലോ, അതൊരു 5-6 ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ചിട്ട്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. ഒരു 1.5 ടീസ്പൂണോളം പൊടിയുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുക. അപ്പോൾ ചെറിയ ടീസ്പൂൺ കാരണം ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്തുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സാക്കി അടിയിൽ നിന്ന് ഇങ്ങനെ ഉരുളൻകിഴങ്ങും അവിലൊക്കെ അടിയിലുണ്ടല്ലോ, അതൊക്കെ കൂടി കൂട്ടി ഇളക്കി മറിച്ച് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കണം ഇളക്കിയിട്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ടീസ്പൂൺ കൊണ്ട് കുഴച്ചാൽ ശരിയാവില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സാക്കി കുഴച്ച് ഇളക്കിയെടുക്കണം കേട്ടോ. നമുക്കിത് കൈ കൊണ്ട് നന്നായി അമർത്തി കുഴച്ച് നൈസാക്കി കുഴച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ചെറിയതാക്കി അരിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അത് ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായി മിക്സാക്കി കുഴയ്ക്കണം കേട്ടോ നന്നായി. അപ്പോൾ ഇത് ഒരുവിധം കുഴച്ച് ശരിയായിട്ട് കേട്ടോ. അതിലേക്ക് ഇനി അരിപ്പൊടി ചേർക്കുക. അര കപ്പ് അരിപ്പൊടിനെ ആദ്യം ചേർത്ത് കേട്ടോ. എന്നിട്ട് അത് പോരാ മാവിലേക്ക് കൈ കൊണ്ട് പിടിക്കുമ്പോൾ പിന്നെ അപ്പോൾ 1 കപ്പോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ആദ്യം ഇട്ടു, പിന്നെ ഒരു 1/2 കപ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ച് മിക്സ് ആക്കുന്നതിനുള്ളിൽ 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്തു കേട്ടോ. കയ്യുമ്പോൾ ഒട്ടി പിടിക്കുന്നതിനൊക്കെ നല്ലതാട്ടോ സൺഫ്ലവർ ഓയിലായിട്ട്. കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കിയപ്പോൾ നോക്കിയാൽ നല്ല ഉരുളായിട്ട് നൈസായി കിട്ടിയിട്ട് മാവ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്തിട്ട് പരത്താട്ടോ. ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ആ പലകയാമ വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കനം കുറച്ച് ചെറിയ റോള് പോലെ ഉരുട്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരുട്ടി എടുക്കണം കൈ കൊണ്ട്. അങ്ങനെ ഉരുട്ടി വരുമ്പോൾ കനം കുറഞ്ഞ നീളത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് ഓരോ പീസുകളാക്കി മുറിച്ചെടുക്കണം കണ്ടോ. ഇനി ഇത് നീളത്തിലായി നല്ലോണം. അപ്പോൾ അത് നടുമുറിച്ചേക്കുക. എന്നിട്ട് ഓരോ പകുതി പീസ് എടുത്തിട്ട് ഒന്നുകൂടി ഉരുട്ടിയെടുക്കുക കേട്ടോ. പകുതി പീസാക്കിയിട്ട് ഒന്നുകൂടിയും നല്ലോണം മയാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഉരുട്ടാട്ടോ. കനം കുറഞ്ഞൊന്ന് കാണുമ്പോൾ നമ്മൾ അരികുന്ന ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ, ഓരോ പീസുകളാക്കിയിട്ട് കണ്ടോ. ഇത് ഒന്നുകൂടി കനം കുറച്ച് ഒന്നുകൂടി നല്ലതാട്ടോ. അത് ഇത്തിരിയും കൂടി വണ്ണം തോന്നുന്നുണ്ട്. കനം കുറച്ചായി നല്ല മാതിരി പൊള്ളച്ച് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് അപ്പോൾ കഴിക്കാൻ. കനം കൂടുമ്പോൾ പൊള്ളയ്ക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ കനം കുറച്ച് പരത്തി നല്ലതായിട്ട് ഒരു കോർക്ക് എടുത്തിട്ട് കണ്ടില്ല ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്ത ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. കണ്ട ഓരോ പീസുകളാക്കി മുറിച്ചേമേ നമ്മൾ ആ കോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കണ്ട. അപ്പോൾ ഒന്ന് പരക്കും ചെയ്യും, നമുക്ക് ഓരോ ഡിസൈനായിട്ട് അതൊന്ന് കിട്ടും ചെയ്യും കണ്ട. ഇങ്ങനെ എല്ലാതും ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് കണ്ട ഡിസൈൻ ആകുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ അത് മാറ്റി വയ്ക്കുക എല്ലാതും. ഞാൻ എല്ലാതും ഇതുപോലെ എല്ലാം ഇതുപോലെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആയതായത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ കണ്ട. ഇതുപോലെ എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ ഉരുട്ടി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കോർക്കൊണ്ട് അമർത്തിയെടുക്കാം കേട്ടോ ഡിസൈനായിട്ട്. ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒരുവിധം ചൂടായിട്ട് നല്ലോണം തിളയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. നല്ലോണം തിളച്ചാൽ പെട്ടെന്ന് നമ്മളിട്ട് സ്നാക്സ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു അധികം വലിപ്പമുള്ള പാനൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് കൊള്ളാവുന്നത് ആദ്യത്തെ ഒരു തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ച് കഴിഞ്ഞ് നമുക്ക് മറച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒരു ഇതായി തുടങ്ങിയിട്ടിട്ടാണ് കണ്ടോ. ഇനി നമുക്കൊന്ന് ഒരു ചട്ടം കൊണ്ട് മറച്ച് കൊടുക്കാതെ ഇപ്പോൾ 2 ഭാഗം ചുവന്നിങ്ങനെ വന്നിട്ട് നല്ല മൊരിഞ്ഞുണ്ട്. നമുക്കതിനത് അരിപ്പുകൊണ്ട് കോരി ഇങ്ങോട്ട് എടുക്കാണ്ടേന്ന് കേട്ടോ.
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൊരിച്ചിലുണ്ട്, നല്ല കൈ പിടിച്ച് നടന്ന് തിന്നാൻ കുറിക്കാനൊക്കെ പറ്റിയ നല്ല സ്നാക്സ് ആട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താട്ടോ. അപ്പോൾ ഇതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.